ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ സീസണിൽ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ, പതിവിന് വിപരീതമായി നെഞ്ചിലേറ്റി താലോലിച്ച രണ്ട് ലെസ്ബിയൻ ദമ്പതികൾ. നമ്മൾ മാത്രമല്ല, സാക്ഷാൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലെസ്ബിയൻ ദമ്പതികളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലും വലിയ രീതിയിലുള്ള മത്സരമായിരുന്നു. ലാലേട്ടനിൽ തുടങ്ങിയ അക്ബറിന്റെ അമ്മ ശോഭ ബിശ്വനാഥ് അങ്ങനെ കിടക്കുന്നു ആ ഒരു പരമ്പര. കൂട്ടത്തിൽ ഒരാൾ ഒരു മുഴം മുമ്പ് എറിഞ്ഞിരിക്കുന്നു. അതേ, ആര്യൻ ഖദോരിയുടെ ഉമ്മ ഈ ലെസ്ബിയൻ ദമ്പതികളെ ദത്തെടുക്കാൻ പോലും തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഏറെ ബഹുമതികൾ ഏറ്റുവാങ്ങിയ നമ്മുടെ ലെസ്ബിയൻ ദമ്പതികൾ ഒരുപക്ഷെ ഇന്ത്യ കണ്ട ധീര വനിതകളായ ഝാൻസി റാണിയെ പോലെ, റാണി ലക്ഷ്മി ബായിയെ പോലെ, സരോജിനി നായിഡുവിനെ പോലെ ആ ഒരു തലത്തിലേക്ക് ഉയർന്ന ഈ ലെസ്ബിയൻ ദമ്പതികളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഈ ഒരു ബിഗ് ബോസിലൂടെ ഉണ്ടാകാൻ പോകുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ഞെട്ടിക്കുന്ന വിലയിരുത്തലുകളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതെ, ഈ സീസണിൽ ബിഗ് ബോസ് ഏറെ പാടുപെട്ടത് ഈ ലെസ്ബിയൻ ദമ്പതികളുടെ മാതാപിതാക്കളുമായി ഇവരെ ഒന്നിക്കാനായിരുന്നു. എന്നാൽ ബിഗ് ബോസ് കൊണ്ടുവന്ന ഉമ്മയും ബാപ്പയും ലെസ്ബിയൻ ദമ്പതികൾക്ക് പിടിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇതാ തന്റെ ഉമ്മയെ, ബിഗ് ബോസ് തനിക്കായി കൊണ്ടുവന്ന ഉമ്മയെ കടുത്ത രീതിയിൽ ആക്ഷേപിച്ചിരിക്കുകയാണ് ദമ്പതികളിൽ ഒരാൾ. എന്താണ് ഉണ്ടായത്? വരട്ടെ. അപ്പൊ നമുക്ക് ഫാമിലി റൗണ്ട് വന്നു. ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെ പാരന്റ്സും ഇഷ്ടമാണ്, സിബ്ലിങ്സ് എല്ലാവരും ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ വരുമ്പോ എന്താ പറയാ, ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും പാരന്റ്സ് പിണങ്ങി കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാണുന്ന ആൾക്കാർക്കും അറിയാം. അപ്പോ പാരന്റ്സ് അല്ലെങ്കിൽ സിബ്ലിങ്സ് വന്നോന്ന് എനിക്ക് നൂറയ്ക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ആ ടൈം മാത്രമല്ല, പല തവണയും നിങ്ങൾക്ക് ദിയാസനല്ലേ വരാന്ന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയാ, അറ്റ്ലീസ്റ്റ് അവരെങ്കിലും വരുന്നുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് ഫീൽ ആയത് ഞാൻ പറയുന്നത്. പല പ്രാവശ്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഞാൻ അവളോട് പറയാം, എനിക്ക് ഭയങ്കര ഇതാവുന്നുണ്ട്, പറ്റുന്നില്ല. ഓക്കെ, പാരന്റ്സ് ഒരു വീക്ക് പോയിന്റ് ആണ്, ഫാമിലി എല്ലാവർക്കും വീക്ക് പോയിന്റ് ആണ്. അതെ, ഈ ദമ്പതിക്ക് തങ്ങളുടെ ഉമ്മയായി ഹൗസിലെത്തിയ ബിഗ് ബോസ് കൊണ്ടുവന്ന ഉമ്മയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് വീണ്ടും ഉണ്ടാവുന്നത്. എന്നാലോചിച്ച് വെക്ക, എന്താണ് ഈ ഒരു ഉമ്മച്ചി കുഴപ്പം? ആരെയാണ് കൊണ്ടുവന്നത്? അതെ, ദിയാസന എന്ന് പറയുന്ന LGTVയുടെ പ്രസിഡന്റിനെ. എന്നാലോചിക്കുക, LGTVയുടെ ഒരു മെമ്പറിനെ അല്ല കൊണ്ടുവന്നത്, നേരിട്ട് പ്രസിഡന്റ് തന്നെ ഉമ്മയായി വരികയായിരുന്നു. ഓളെ എന്ന് നോക്ക, എന്താണ് കുഴപ്പം? ആദ്യ സീസണിൽ ബിഗ് ബോസിലേക്ക് വന്നപ്പോ ഓക്കെ ഇത്ര വലിയ മൊഞ്ചൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല മൊഞ്ചുള്ള, നല്ല തുടുതുടുത്തിരിക്കുന്ന ഒരു പകയെത്തി. അത്തരത്തിലൊരു ഉമ്മ, വളരെ യങ്ങായിട്ടുള്ള ഒരു ഉമ്മയെ ഒരുക്കി കൊണ്ടുവന്നിട്ട് ആ ഉമ്മയെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ ആ ഉമ്മയെ ഇഷ്ടപ്പെടാത്ത ഈ ഹിമാറുകളെ എന്താണ് പറയേണ്ടത്? ഈ ലെസ്ബിയൻ ദമ്പതികളെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? ഇനി ബാപ്പയായിട്ട് ആരെയാണ് കൊണ്ടുവന്നത്? നമ്മൾ കണ്ടതാണ്, ആരും മോഹിക്കുന്ന ഒരു സ്വയംഭൻ വാപ്പ. ആരായിരുന്നത്? അത് LGTVയുടെ മറ്റൊരു പ്രധാനി നേരിട്ട് വാപ്പയായി എത്തുകയായിരുന്നു. ഒന്ന് നോക്കുക, ഓളുടെ ഒരു കോട്ടും കോസറായും കളസവും ബെൽറ്റും ഒക്കെ ആരും ആഗ്രഹിക്കുന്ന മാതിരി നല്ല ഉഷാറുള്ള ഒരു വാപ്പ. അതേമാതിരിയുള്ള ഒരു വാപ്പയെ, നല്ല ജിമ്മനായ ഒരു വാപ്പയെ കൊണ്ടു കൊടുത്തിട്ട് പോലും ഈ ഒരു ലെസ്ബിയൻ ദമ്പതികൾക്ക് ബോധിച്ചില്ല. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലെസ്ബിയൻ ദമ്പതികൾ ഈ സീസണിലെ 7ന്റെ പണിയായതുകൊണ്ട് ലെസ്ബിയൻ ദമ്പതികളുടെ ജീവിതത്തിൽ ചില താളം തെറ്റലുകൾ ഉണ്ടാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് ലെസ്ബിയൻ ദമ്പതികളിൽ ഒരാൾക്ക് ചെറിയ ഇളക്കമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? കഴിഞ്ഞ ദിവസം എവിക്ഷനിൽ നമ്മൾ കണ്ടത്. വരട്ടെ. നിങ്ങൾ ഇപ്പോൾ തുറക്കരുത്. അതായത് ലെസ്ബിയൻ ദമ്പതികളിൽ ഒരാളായ ഒരു വ്യക്തി ഹൗസിൽ നിന്നും എവിക്റ്റായി പോകുന്നു. ആ ഒരു സുപ്രധാന ഘട്ടത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിനെ വിളിക്കാൻ പറയുമ്പോൾ അനുമോളെയാണ് വിളിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോളും ഈ ദമ്പതിയും തമ്മിൽ വലിയൊരു ഇഴയെടുപ്പം. നമുക്കറിയാം, ആദില എന്ന് പറയുന്ന ഈ പകയത്തി, ഓള് ലെസ്ബിയനാണ്. ഓൾക്ക് മറ്റുള്ള പെൺകുട്ടികളോടും ഇഷ്ടം തോന്നിയേക്കാം. നേരെ മറിച്ച് നൂറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സത്യാവസ്ഥ പലർക്കും മനസ്സിലായിട്ടില്ല. അതായത് ലെസ്ബിയൻ എന്ന് പറയുന്ന ആദിലയെ സംബന്ധിച്ച് ആദിലെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, അതായത് ലെസ്ബിയൻ പ്രണയിനി എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ നൂറ എന്ന് പറയുന്ന ഈ ഹിമാർ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പൗരുഷമുള്ള ആദിലയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ ലെസ്ബിയൻ അല്ല. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ലെസ്ബിയൻ ആണെങ്കിൽ തീർച്ചയായും നൂറയും ഇഷ്ടപ്പെടേണ്ടിയിരുന്നത് സുന്ദരിയായ നൂറയെ പോലുള്ള, അനുമോളെ പോലുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പെൺകുട്ടികൾ നൂറയെ ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ആദില എന്ന് പറയുന്ന ഈ കള്ളഹിമാറിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് എന്താണ് ഉണ്ടായത്? ബിഗ് ബോസ് നൂറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ബിഗ് ബോസ് പ്ലീസ്. ബിഗ് ബോസ് ഇത് ഫെയർ അല്ല കേട്ടോ.
പുറത്തേക്ക് പോകുമ്പോൾ ഈ ലെസ്ബിയൻ ദമ്പതി വിളിച്ചു പറയുകയാണ് തന്റെ ദമ്പതിയായ നൂറയെ ഒന്ന് കാണണമെന്ന്. എന്നാൽ ബിഗ് ബോസ് അതിന് അനുവദിക്കുന്നില്ല. അവിടെയാണ് ബിഗ് ബോസിന്റെ വിജയം. അതായത് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഈ ഒരു പകയത്തി തന്റെ ദമ്പതിയെ വിളിക്കാതെ മറ്റൊരു ദമ്പതിയെ വിളിക്കാൻ തയ്യാറായി. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ദമ്പതിക്ക് ബഹുഭാര്യത്വം ആഗ്രഹമുള്ള ഒരു ദമ്പതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം നമ്മൾ പിന്നീട് കണ്ടത് പൊട്ടിക്കരയുന്ന ദമ്പതിയാണ്. എനിക്ക് എന്തായി പോയി ബേബിനെ വിളിക്കാത്തതിൽ ബുദ്ധിമുട്ടായ സുഹൃത്ത് പറഞ്ഞപ്പോ എനിക്ക് ആ ടാഗിൽ എനിക്ക് ബേബിനെ വിളിക്കേണ്ടിയിരുന്നില്ല. എനിക്കറിയാം ഉള്ളിന്റെ ഞാന് ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ടായിരുന്നു. ആണ് ചുരുക്കം പറഞ്ഞ ഈ സീസണോടുകൂടി ദമ്പതികളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമാവും. പക്ഷെ അനുമോളുടെ ആരാധകർ ഏറ്റവും അധികം ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യം അത് തന്നെയാണ്. ഈ ഒരു ദമ്പതി തങ്ങളുടെ ആരാധന കഥാപാത്രത്തെ അടിച്ചുകൊണ്ട് പോകുമെന്നാണ് അവർ പറയുന്നത്. സ്റ്റാർ മാജിക്കിലെ തങ്കച്ചിനെ ഈ കല്യാണം കഴിച്ചാൽ പോലും ഒരു ലെസ്ബിയൻ കല്യാണത്തിന് ഞമ്മക്ക് താല്പര്യമില്ലെന്നാണ്. അതെ, പെണ്ണും പെണ്ണും തമ്മിലുള്ള ഒരു ദാമ്പത്യം നമ്മുടെ അനുമോൾക്കും പ്ലാച്ചിക്കും വേണ്ടെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അനുമോളുടെ പോക്ക് നാശത്തിലേക്കാണോ? ഇനി ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ച് വശവിശകായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യക്ഷത്തിൽ അത് തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ആദിലയും ഈ അനുമോളും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഒരുപക്ഷെ ഈ ലെസ്ബിയൻ ദമ്പതികളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഏടായി മാറുമോ? ഒപ്പം തന്നെ ബിഗ് ബോസ് കൊണ്ടുവന്ന ഈ ഒരു വാപ്പയും ഉമ്മയും തള്ളിപ്പറയുന്ന ഈ ദമ്പതിയുടെ അടിക്കടിയുള്ള ഈ ഒരു രീതിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.